നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ GPF നോമിനേഷൻ സ്പാർക്കിൽ അപ്ലോഡ് ചെയ്യാനും ചെയ്യിക്കാനും വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചില ഓഫീസുകളിൽ 10-ൽ താഴെ ജീവനക്കാരേ ഉള്ളൂ. എന്നാൽ ചില ഓഫീസുകളുടെ കാര്യം 100-ലധികം ജീവനക്കാരൊക്കെ ഉണ്ട്. അത്തരം ഓഫീസുകളുടെ കാര്യം ആലോചിക്കാൻ പോലും സാധ്യമല്ല. എല്ലാവരുടെ കയ്യിൽ നിന്നും നോമിനേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് വാങ്ങുക, അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അവരുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യിക്കുക, അങ്ങനെ കുറേയധികം ജോലികൾ നമുക്ക് സെപ്റ്റംബർ 30-ന് മുൻപ് തന്നെ തീർക്കേണ്ടതായിട്ടുണ്ടെന്നായിരുന്നു ആ പഴയ സർക്കുലറിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ വളരെ തിടുക്കപ്പെട്ട് ചെയ്തതുകൊണ്ടായിരിക്കണം കുറേയധികം തെറ്റുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കുറേയധികം സംശയങ്ങളും ഉണ്ടായിരുന്നു. സ്പാർക്കിൽ നോമിനേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടായ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെപ്പറ്റി ഒട്ടനവധി പേരാണ് വർക്കിംഗ് ക്ലാസ്സിനെ നേരിട്ടും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസിലൂടെയും അറിയിച്ചുകൊണ്ടിരുന്നത്. കഴിയുന്നിടത്തോളം മറുപടികൾ നൽകാൻ ശ്രമിച്ചുവെങ്കിലും ചില കാര്യങ്ങളെപ്പറ്റി അവ്യക്തതയുണ്ടായിരുന്നു. അതിലൊന്നാണ് മകൻ, മകൾ, അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ദത്തെടുത്ത കുട്ടികൾ തുടങ്ങിയ ഏതാനും റിലേഷൻസ് മാത്രമേ സ്പാർക്കിൽ സെലക്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതായിരുന്നു ഒന്ന്. അതായത് ഇപ്പോൾ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ നോമിനേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ സ്പാർക്കിൽ അവരെ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരു കാര്യം, ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ നോമിനേഷൻ AGയിലേക്ക് അയക്കുമ്പോൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോം Bയിലെ 6-7 കോളങ്ങൾ അത് നിർബന്ധമായും പൂരിപ്പിക്കണോ, കോളം 3-ൽ വയസ്സ് മാത്രം മതിയോ, അതോ ജനനത്തീയതിയും വേണോ, ഇതിനെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സർക്കുലർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ ന്യായമായ ഒരു സംശയം ഉണ്ടാകും, സെപ്റ്റംബർ 30 കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെ റിവൈസ് ചെയ്യും? ഈ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഫോം B വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിനായി ഒക്ടോബർ 15 മുതൽ സ്പാർക്കിൽ പുതിയൊരു അപ്ഡേഷൻ വരികയാണെന്നാണ് ഈ പുതിയ സർക്കുലർ പറയുന്നത്. ഈ സർക്കുലർ പ്രകാരം എങ്ങനെയാണ് ഫോം B ഫിൽ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ധനകാര്യ വകുപ്പിന്റെ 28/9/2024 58/24 നമ്പർ സർക്കുലർ പ്രകാരമാണ് ഫോം B ഫിൽ ചെയ്യേണ്ടതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സർക്കുലറിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇതാണ് ആ പുതുതായി പുറപ്പെടുവിച്ച സർക്കുലർ. ഇതിന്റെ ഡേറ്റ് 28/9/24. അതായത് 30/9/24 മുന്നേ പഴയ സർക്കുലർ പ്രകാരമുള്ള GPF നോമിനേഷൻ അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആ രീതിയിൽ ഫോം Bയിൽ വരിക്കാർ രേഖപ്പെടുത്തി സമർപ്പിച്ച വിവരങ്ങളിൽ ധാരാളം തെറ്റുകൾ വരുന്നതിനാൽ, അതുപോലെ തന്നെ ഫോം Bയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ ആശയക്കുഴപ്പമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലും ഇനി മുതൽ ഫോം Bയിൽ നോമിനേഷൻ സ്പാർക്ക് മുഖേന അപ്ലോഡ് ചെയ്യുവാനും ആയത് പ്രത്യേകമായും ഗസറ്റഡ് ജീവനക്കാർക്ക് AGയിലേക്ക് അയക്കുവാനുള്ള സംവിധാനം സജ്ജീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഒക്ടോബർ 15 മുതൽ ആണ് നിലവിൽ വരുന്നത്. ആയതിനാൽ ഫിസിക്കലായി പൂരിപ്പിച്ച് ഒപ്പിട്ട ഫോമുകൾ ഇനി മുതൽ AGയിലേക്ക് നേരിട്ടോ തപാൽ മുഖേനയോ അയക്കേണ്ടതില്ല എന്നും, താഴെ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി പൂരിപ്പിച്ച ഫോം B 2024 ഒക്ടോബർ 15 മുതൽ നിലവിൽ വരുന്ന സ്പാർക്കിലെ പുതിയ സംവിധാനത്തിലൂടെ അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കേണ്ടതാണെന്നും നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. അതായത് നമ്മൾ AGയിലേക്ക് നേരിട്ട് അയക്കേണ്ടിയിരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ നോമിനേഷൻ ഫോമും ഇനി നേരിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം സ്പാർക്കിൽ വരുന്നതായിരിക്കുമെന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. ഇനി ആ സർക്കുലറിലെ ഓരോരോ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഫോം Bയിലെ എല്ലാ കോളങ്ങളും വരിക്കാരൻ പൂരിപ്പിക്കേണ്ടതാണെന്ന്. ആയതിനാൽ കോളം 1 മുതൽ 5 വരെ നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതും 6, 7 എന്നീ കോളങ്ങൾ ബാധകമായവർ പൂരിപ്പിക്കേണ്ടതും ബാധകമല്ലാത്തവർ നോട്ട് ആപ്ലിക്കബിൾ എന്ന് വ്യക്തമാക്കേണ്ടതുമാണ്. അതായത് ഇതിൽ 1 മുതൽ 7 വരെ കോളങ്ങളുണ്ട്. ഇതിൽ 1, 2, 3, 4, 5 ഇത് 5 കോളവും നിർബന്ധമായി നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. 6ഉം 7ഉം കോളങ്ങൾ ബാധകമല്ലാത്തവർ നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതേണ്ടതാണ്. അതിലെന്താണ് 6ഉം 7ലും പറയുന്നത്? നെയിം ആൻഡ് അഡ്രസ്, ആധാർ നമ്പർ, റിലേഷൻഷിപ്പ് ആൻഡ് ഏജ് ഓഫ് ദ പേഴ്സൺ ടു ഹൂം ദ റൈറ്റ് ഓഫ് ദ നോമിനി ഷാൽ പാസ് ഇൻ ദ ഇവന്റ് ഓഫ് പ്രിഡിസീസിങ് ദ സബ്സ്ക്രൈബർ എന്നുള്ളതാണ്. അതായത് നോമിനി മരിച്ചു പോയി കഴിഞ്ഞാൽ പകരം ആളിനെ വയ്ക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ 3 പേരെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇതിൽ ഒരാളിനെ വേണമെങ്കിൽ ഇവിടേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇനി ഇതിൽ 3 പേര് ഉണ്ട്, ആ 3 പേരുമല്ല മറ്റൊരാളെ ആണെങ്കിൽ ആ രീതിയിലും നമുക്കവിടെ വയ്ക്കാൻ കഴിയും. എന്നാൽ ഇവിടെ 3 പേരെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ നമുക്ക് എഴുതാൻ കഴിയും. അതുപോലെ തന്നെ മൈനർ ആണെങ്കിൽ അവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് കാതലായി വന്ന ഒരു മാറ്റം. അപ്പോൾ 6, 7 കോളങ്ങൾ എല്ലാവരും പൂരിപ്പിക്കണമെന്നില്ല. പൂരിപ്പിക്കേണ്ടാത്തവർ അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് എൻ്റർ ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത്, ഈ ഫോം Bയിൽ പറയുന്ന അക്കൗണ്ട് നമ്പർ എന്നത് GPFന്റെ അക്കൗണ്ട് നമ്പറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞതാണ്, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ബാങ്ക് അക്കൗണ്ട് എഴുതി ചിലരൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്
കഴിഞ്ഞ ഫോമിൽ നിന്നും വ്യത്യസ്തമായി ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ സർക്കുലർ കൃത്യമായും വായിച്ചിരിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ചെയ്തവർക്ക് ആർക്കും അത് തെറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട് അവിടെ ഫോം ബിയിൽ പറയുന്ന അക്കൗണ്ട് നമ്പർ GPF നമ്പറാണെന്ന്. അതുപോലെ തന്നെ ഫോമിൽ നിഷ്കർഷിക്കുന്ന സാക്ഷികൾ സർക്കാർ ജീവനക്കാരായിരിക്കണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഓഫീസിലുള്ള 2 ജീവനക്കാരെ ആയിരിക്കും നമ്മളവിടെ സാക്ഷികളായി വയ്ക്കുന്നത്. അടുത്തത് കോളം 1ഉം 2ഉം പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചാണ്. ഒന്നാമത്തെ കോളത്തിൽ നോമിനിയുടെ പേരാണ് കൊടുക്കുന്നത്. അത് സൂചന 1 ഉത്തരവിലെ ചട്ടം 2C പ്രകാരമുള്ള അംഗങ്ങൾ, അതായത് ഇവിടെ ഈ സൂചന 1 എന്ന് പറയുന്നത് 7/2/2012 സർക്കാർ ഉത്തരവ് 94/2012, അത് ഫിനാൻസിൻ്റെ ഒരു ഉത്തരവാണ്. ആ ഉത്തരവിലാണ് ആരൊക്കെ ആയിരിക്കണം നോമിനീസ് എന്ന് പറയുന്നത്. ആ ഉത്തരവിന് പ്രകാരം ആരൊക്കെയാണ് നോമിനികൾ? ഭാര്യ, വിവാഹിതനായ പുരുഷനാണ് സബ്സ്ക്രൈബറെങ്കിൽ ഭാര്യ, വിവാഹിതയായ സ്ത്രീയാണ് സബ്സ്ക്രൈബറെങ്കിൽ ഭർത്താവ് നോമിനിയാണേ. പ്രായപൂർത്തിയാകാത്ത മക്കൾ, അതുപോലെ തന്നെ അവിവാഹിതയായ അഥവാ വിധവയായ അഥവാ വിവാഹമോചിതയായ പെൺമക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, വിവാഹിതരായ പെൺമക്കൾ. അപ്പോൾ ഇവിടെ അവിവാഹിതയായ പെൺമക്കൾ ഉള്ളതുപോലെ തന്നെ വിവാഹിതരായ പെൺമക്കളെയും നമുക്ക് നോമിനിയാക്കി വയ്ക്കാൻ കഴിയും. പിതാവ്, മാതാവ്, അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത സഹോദരങ്ങൾ, അവിവാഹിതരായ സഹോദരിമാർ. അപ്പോൾ വിവാഹം കഴിച്ചു പോയ സഹോദരിയെ നമ്മൾ നോമിനിയായി വയ്ക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ മുൻപ് മരിച്ച മകൻ്റെയോ മകളുടെയോ കുട്ടികൾ, ഒരു സബ്സ്ക്രൈബറുടെ മകൻ്റെയോ മകളുടെയോ കുട്ടി, ആ മകനോ മകളോ മരിച്ചു പോയതാണെങ്കിൽ അവരുടെ മക്കളെ നമുക്ക് നോമിനിയാക്കി വയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ പിതാവിൻ്റെ മാതാപിതാക്കൾ. എന്താണ് ഈ പിതാവിൻ്റെ മാതാപിതാക്കൾ? അത് പാരൻ്റൽ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയും. ഈ സബ്സ്ക്രൈബറുടെ പിതാവിൻ്റെ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയും ഇതിനകത്ത് നോമിനിയാക്കി വയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ചട്ടം 2C പ്രകാരമുള്ള മറ്റ് അംഗങ്ങൾ, ആ റൂൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഈ രീതിയിലുള്ള ഫാമിലി മീൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ബന്ധങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ആരെ വേണമെങ്കിലും നമുക്ക് നോമിനിയാക്കി വയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ 94/2012 എന്ന് പറയുന്ന ഓർഡറിന് ആധാരമായിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഇനി അടുത്ത പറയുന്നത് ഒന്നിൽ കൂടുതൽ നോമിനികളെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. 3 പേരെ വേണമെങ്കിൽ വയ്ക്കാം, 4 പേരെ വയ്ക്കാം. അതിനോടൊപ്പം തന്നെ അവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പെർസെൻറ്റേജും നമുക്ക് അതിൽ വയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇനി അടുത്ത ഒരു സംഗതി ഈ കോളം 3 കോളം 3 ഏജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏജ്, പക്ഷേ ഏജ് മാത്രം വെച്ചാൽ കാര്യമില്ല. കാരണം നമ്മുടെ ആധാർ കാർഡിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും. ആ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഈ ഏജ് എന്നുള്ള കോളത്തിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അടുത്തത് കോളം 4. ഓരോ നോമിനികൾക്കുള്ള ഓഹരി വിഹിതം നിർണ്ണയിക്കുമ്പോൾ ആയതൊരു ഭിന്നസംഖ്യ അല്ലെങ്കിൽ ദശാംശമായിരിക്കരുത്, പകരം പൂർണ്ണസംഖ്യ ആയിരിക്കണം. ഇപ്പോൾ 40%, 30%, 30%, 100 ആകുന്നുണ്ട്. പക്ഷേ 40.5%, മറ്റൊരാൾക്ക് 30.5%, മറ്റൊരാൾക്ക് 29%, അങ്ങനെ ആ ദശാംശ സംഖ്യ വരാൻ പാടില്ല. അവിടെ ഒരു പൂർണ്ണ സംഖ്യ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 100% ആയിരിക്കുകയും വേണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അടുത്തത് കോളം 1 ഒരാളെ മാത്രമായി നോമിനി എന്ന് പ്രസ്താവിക്കുകയാണെങ്കിൽ കോളം 4 100% എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ കോളം 1 ഒരാളെ ഉള്ളുവെങ്കിൽ കോളം 4 ഷെയർ പേയബിൾ ടു ഈച്ച് ഇൻ പെർസെൻറ്റേജ് എന്നുള്ളിടത്ത് നമ്മൾ 100% എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. 100% എന്ന് എഴുതണമെന്നാണ് ഈ പുതിയ സർക്കുലറിൽ പറയുന്നത്. അടുത്ത കോളം 5. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സൂചന 2 പരിപത്രത്തോടൊപ്പമുള്ള ഫോം ബിയുടെ നിർദ്ദേശങ്ങളിൽ ഡെത്ത് എന്നത് ഒരു ആകസ്മിക കാരണമല്ല. കണ്ടിജൻസി എഴുതുന്ന സമയത്ത് ഇവിടെ ഡെത്ത് എന്ന് എഴുതേണ്ട കാര്യമില്ല, മരണം എന്ന് എഴുതേണ്ട കാര്യമില്ല. കണ്ടിജൻസി എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? ഓൺ ഫയലിംഗ് ഫ്രഷ് നോമിനേഷൻ, അല്ലെങ്കിൽ അക്വയറിംഗ് എ ഫാമിലി മെമ്പർ. പുതുതായി ഒരു ഫാമിലി മെമ്പർ വരികയോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഫ്രഷ് നോമിനേഷൻ, പുതിയ ഫാമിലി മെമ്പറെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഫ്രഷ് നോമിനേഷൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. അടുത്തത് 6, 7 കോളമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 6 എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളം 1 സൂചിപ്പിച്ചിട്ടുള്ള നോമിനി മരിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് നോമിനിയെ നിർദ്ദേശിക്കുമെന്നാണ്. ഇപ്പോൾ കോളം 1 നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. 6ാം കോളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് നോമിനിയെ വയ്ക്കാം. ആ നോമിനിയുടെ പേര്, അഡ്രസ്സ്, ആധാർ നമ്പർ എല്ലാം നമുക്ക് വയ്ക്കാം. ഇദ്ദേഹം മരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നോമിനിയും ഓൾട്ടർനേറ്റീവ് നോമിനിയും ഒന്നാകാൻ പാടില്ല. അതെല്ലാവർക്കും അറിയാം. കാരണം നോമിനി മരിച്ചാൽ വീണ്ടും ആ നോമിനിയെ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് നോമിനിയായിട്ട് 6ാം കോളത്തിൽ സൂചിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ കോളം 1 ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് നോമിനികളെ ഓൾട്ടർനേറ്റീവ് നോമിനിയായി രേഖപ്പെടുത്താവുന്നതാണ്.
ഇത് പലരും അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ അവരുടെ റിലേഷൻസ് മൊത്തം ആയി കഴിഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇവിടെ ഇവർ എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ വയ്ക്കും എന്നുള്ളത്. അതിനൊരു പ്രശ്നവുമില്ല. ഇതിൽ ഒരാളെ തന്നെ, ഈ കോളം 1 ആളിനെ തന്നെ ഇവിടെ നമുക്ക് വയ്ക്കാം. 1 നോമിനികൾ ഉണ്ടെങ്കിലാണ്. ഒരു നോമിനിയെ ഉള്ളുവെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ പുതുതായി ഒരാളിനെ നമുക്കവിടെ വയ്ക്കാൻ കഴിയും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് നോമിനീസിനെ രേഖപ്പെടുത്തുന്നതാണ് കോളം 6. അപ്പോൾ ഈ ചട്ടം 2C നമ്മൾ നേരത്തെ പറഞ്ഞ അംഗങ്ങൾ ആരെങ്കിലുമാണ് ഓൾട്ടർനേറ്റീവ് നോമിനി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇതല്ലാതെ വേറൊരാളെയാണ് ഓൾട്ടർനേറ്റീവ് നോമിനിയായി വയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ അതിനകത്ത് സൺ ഇൻ ലോ ഇല്ല. അപ്പോൾ നമുക്ക് വയ്ക്കേണ്ടത് നമ്മുടെ ഒരു സൺ ഇൻ ലോ ആണെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് നോമിനി ആകുമ്പോൾ അത് ഈ ചട്ടം 2C ഉള്ള ആളല്ല. ഇതിൽ മരുമക്കൾ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ആളെയാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് നോമിനിയായി കോളം 6 രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള കാരണം രേഖപ്പെടുത്തേണ്ടതാണ്. അത് എനിക്ക് ഓൾട്ടർനേറ്റീവ് നോമിനീസ് വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഓൾട്ടർനേറ്റീവ് നോമിനിയായി വയ്ക്കുന്നതെന്ന് കാരണം രേഖപ്പെടുത്തിയിരിക്കണം. കോളം 1 ഓൾട്ടർനേറ്റീവ് നോമിനിയിലും മൈനർ ഉൾപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? കോളം 7 പൂരിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത നോമിനി ഒരു മൈനർ ആണെങ്കിൽ ഇവിടെ ഈ കോളത്തിൽ ആ മൈനർ നോമിനി മേജർ ആകുന്നത് വരെ പ്രായപൂർത്തിയായ ഒരാളെ ഇവിടെ നോമിനിയായി നമുക്ക് വയ്ക്കാൻ കഴിയും. ഈ നോമിനി പ്രായപൂർത്തിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം പോവുകയും പകരം ഇദ്ദേഹം തന്നെ നോമിനിയായി വരികയും ചെയ്യും. അപ്പോൾ കമ്പൽസറി ആയിട്ടുള്ളത് 5ാമത്തെ കോളം വരെയാണ്. 6ഉം 7ഉം അപ് ടു യു. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ വേണ്ട, അവിടെ നോട്ട് ആപ്ലിക്കബിൾ എഴുതാം. വേണമെങ്കിൽ ഒരു നോമിനിയെ, ഓൾട്ടർനേറ്റീവ് നോമിനിയെയും അതുപോലെ തന്നെ മൈനർ നോമിനിക്ക് പകരമായിട്ടൊരു മേജർ നോമിനിയെയും നമുക്ക് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫിസിക്കലായി നോമിനേഷൻ ഫോമുകൾ സമർപ്പിച്ചിട്ടുള്ള ഗസറ്റ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നോൺ ഗസറ്റ് ഓഫീസേഴ്സും ഉണ്ട്. അവർക്ക് ഇനി ഈ സോഫ്റ്റ്വെയർ സംവിധാനം വരുന്ന മുറയ്ക്ക് പുതുക്കിയ നോമിനേഷനുകളാണ് സമർപ്പിക്കേണ്ടത്. അത് ഗസറ്റഡ് ഓർ നോൺ ഗസറ്റഡ് എന്ന വ്യത്യാസമില്ലാതെ നോമിനേഷൻ ഫോമുകൾ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഗസറ്റ് ഓഫീസേഴ്സിന് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ അത് മാറി പുതിയ ഫോമുകൾ, ഈ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും ഗസറ്റഡ് ആയിട്ടുള്ള നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്പാർക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു ട്യൂട്ടോറിയൽ സ്പാർക്കിൽ ഉടനെ ലഭ്യമാകുന്നതാണ്. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് വർക്കിംഗ് ക്ലാസ് അതിൻ്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫോം ബി ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സർക്കുലർ വന്നിട്ടുള്ളത്. ഈ സർക്കുലറിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ തന്നെ സ്പാർക്കിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോ ഒക്ടോബർ 15 തൊട്ട് മുന്നേ വർക്കിംഗ് ക്ലാസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്